ഡോക്ടർ, ജലദോഷമോ വൈറൽ ഇൻഫെക്ഷനോട് കൂടിയോ വരുന്ന ചുമ വളരെ സാധാരണമാണല്ലോ. ഇതൊരു കുട്ടിക്ക് ആസ്മ ഉണ്ടെന്ന് എങ്ങനെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആ സാന്ദ്ര, അത് എന്താ വെച്ചാല് നമ്മളുടെ സാധാരണഗതിയിൽ പറഞ്ഞു വരുന്നത് ആസ്മ പകുതി ജനിതകമായ ഒരു രോഗം, പകുതി അന്തരീക്ഷത്തിലെ മലിനീകരണം പോലത്തെ കാരണങ്ങൾ കാരണം ഉണ്ടാകുന്ന ഒരു രോഗമാണെന്ന് പറഞ്ഞു വെക്കുന്നു. അപ്പൊ അതില് കുടുംബത്തിൽ ആർക്കെങ്കിലും അലർജി പോലത്തെ ലക്ഷണങ്ങൾ, ഇപ്പൊ മൂക്കൊലിപ്പ്, അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും, തൊലിപ്പുറത്തുള്ളതാണ് എക്സിമ എന്ന് പറയും, കണ്ണിലുള്ളതാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. അത് ശ്വാസനാളിയെ ബാധിക്കുമ്പോൾ അതിന്റെ പേര്, അലർജിയുടെ പേര് ആസ്മ എന്നാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും അലർജി ലക്ഷണം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അലർജി വരാം, അത് ആസ്മയായി മാനിഫെസ്റ്റ് ചെയ്ത് വരാം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രേരക ഘടകമാണ് വൈറൽ ഇൻഫെക്ഷൻസ് മൂലം ഉണ്ടാകുന്ന ചെറിയ ചുമയായി തുടങ്ങി അത് വലിവിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ കാരണം ചുമ വരാം, പക്ഷെ അത് ആസ്മയാണോ എന്നറിയുന്നതിൽ സാധാരണഗതിയിൽ വൈറൽ പനികൾ, ജലദോഷമൊക്കെ ഒരു 5 തൊട്ട് 7 ദിവസത്തിനുള്ളിൽ അതിന്റെ ചുമ കുറഞ്ഞു വരും. പക്ഷെ ഇത് ഒരു 10 ദിവസം കഴിഞ്ഞാലും ഇതിന്റെ ചുമ ഇങ്ങനെ നീണ്ടു നിൽക്കും. അപ്പോൾ അതിൽ 10 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, വൈറൽ പനി പോലെ തുടങ്ങി, മൂക്കൊലിപ്പായി തുടങ്ങി, പക്ഷെ അതിന്റെ ഇടയിൽ ശ്വാസം മുട്ടൽ വരാം, അല്ലെങ്കിൽ ചുമയായിട്ട് വരാം. അത് രണ്ട് ചിഹ്നങ്ങളും 10 ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് ആലോചിക്കാം. ഇനി ചുമയുടെ ലക്ഷണം എങ്ങനെയാന്ന് വെച്ചാൽ, രാത്രി നമ്മൾ ഈ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഒരു 3 മണി 4 മണി സമയമൊക്കെ ആവുമ്പോൾ കുഞ്ഞു നിർത്താതെ ചുമ തുടങ്ങും. അതുവരെ കുഴപ്പമില്ലാതെ ഉറങ്ങിക്കൊണ്ടിരുന്ന കുട്ടി അപ്പൊ എണീറ്റ് ചുമയ്ക്കാൻ തുടങ്ങും. ചിലപ്പോൾ ഉണർന്നെണീറ്റ് കഴിയുമ്പോൾ അടുപ്പിച്ച് കുറെ നേരം അങ്ങ് ചുമയ്ക്കും. അപ്പൊ ഈ ചുമ മാത്രമല്ല, ശ്വാസമുട്ടായിട്ടും വരാം. ചിലപ്പോൾ ശ്വാസമുട്ടും ചുമയും രണ്ടും കൂടി ഒരു കുട്ടിയിൽ തന്നെ കാണാം. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഉറക്കത്തിൽ നേരം വെളുക്കുമ്പോൾ ഉള്ള ചുമ, അത് ഈ വൈറൽ പനി മാറുന്ന സമയത്തും നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. പിന്നെ അത് മാറാൻ വേണ്ടി അമ്മമാര് ചിലപ്പോൾ സാൽബുട്ടമോൾ എന്ന് പറയുന്ന മരുന്ന് ചിലപ്പോൾ കൊടുത്തു എന്നിരിക്കും. അപ്പൊ അത് കൊടുക്കുമ്പോൾ നല്ല റെസ്പോൺസ് കാണുന്നുണ്ടെങ്കിൽ അത് വലിവ് കാരണമുള്ള ചുമയാണെന്നൊരു ക്ലൂ നമുക്ക് കിട്ടും. ഇത് വൈറൽ പനിയുടെ കൂടെയുള്ള ചുമ മാത്രമല്ല, അമ്മമാര് ശ്രദ്ധിക്കേണ്ട വേറെ ഒരു പ്രേരക ഘടകം കൂടെ ഞാൻ ഇത്തരത്തിൽ പറഞ്ഞു വെക്കാം. അതായത് ഓടി കളിച്ചിട്ട് വരുന്ന ദിവസം, നല്ല സ്പോർട്സോ അങ്ങനത്തെ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് വ്യായാമം ചെയ്യുന്ന അവസരങ്ങളിൽ അന്നത്തെ ദിവസം കുട്ടികൾ തിരിച്ചു മടങ്ങി വന്ന് കഴിയുമ്പോൾ കുട്ടി ചിലപ്പോൾ നിർത്താതെ കുറച്ചു നേരം ചുമയ്ക്കും. ചിലപ്പോൾ അത് തന്നെ മാറിപ്പോകും. പക്ഷെ തന്നെ മാറിപ്പോയാലും ആസ്മ അങ്ങനെ പ്രത്യേകത എങ്ങനെയാണ്, ചിലപ്പം ചികിത്സയോട് കൂടിയോ ചികിത്സ ഇല്ലാതെയോ ചിലപ്പോൾ അത് ലക്ഷണങ്ങൾ തന്നെ മാറിയേക്കാം. പക്ഷെ അതിന്റെ അർത്ഥം അസുഖം മാറിയെന്നല്ല, ആ നീർക്കെട്ട് ഉള്ളിലുള്ളത് ഉണ്ടാകും. ചിലപ്പോ ആ നീർക്കെട്ട് കൂടുതലാണെങ്കിൽ ചുമ നിർത്താതെ ICU വരെ എത്തുന്ന ലെവലിൽ ചുമ കൂടാനും മതി. പക്ഷെ മിക്ക അവസരങ്ങളിലും അമ്മമാര് ശ്രദ്ധിക്കാതെ പോകാനുള്ള കാരണം, ഇതുപോലെ ഓടി കളിച്ച് വന്നു കഴിയുമ്പോൾ ചുമയ്ക്കുമ്പോൾ ചിലപ്പോൾ മരുന്ന് കൊടുത്തോ അല്ലാതെയോ മാറുമ്പോൾ അവരത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പൊ അതും ഒരു പ്രേരക ഘടകവും. ഇങ്ങനെയും കുട്ടികൾ ചുമയ്ക്കുന്നതിനെ സംശയത്തോടെ നോക്കാം. നമുക്കത് ആസ്മയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ, ഇതിനായിട്ടുള്ള പ്രധാനപ്പെട്ട ചികിത്സ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട മോഡേൺ മെഡിസിനിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് ഇൻഹേലർ ചികിത്സയാണ്. ഇപ്പൊ ഈ കൊല്ലം ആസ്മ ഡേ ആണല്ലോ. ആദ്യത്തെ ചൊവ്വാഴ്ച എല്ലാ കൊല്ലവും ആസ്മ ഡേ ആഘോഷിക്കും. അപ്പൊ ആചരിക്കും. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഇപ്രാവശ്യത്തെ തീം തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് അല്ലെങ്കിൽ മരുന്നുകൾ എല്ലാവർക്കും ലഭ്യമാക്കുക, ആക്സസിബിൾ ആക്കുക എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ തീം. അപ്പൊ ഈ ഉള്ളിലുള്ള നീർക്കെട്ടാണ് ആസ്മയില്. അലർജി ഏതെങ്കിലും ഒരു പ്രേരക ഘടകത്തിന്റെ അടുത്തുള്ള അലർജി കാരണം ഉള്ളിൽ നീർക്കെട്ടുണ്ടാവുന്നു. അപ്പൊ ഈ നീർക്കെട്ട് എന്ന് പറഞ്ഞാൽ കോശങ്ങളാണ്, ശരീരത്തിലെ പ്രതിരോധ കോശങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്ന പ്രതിരോധ കോശങ്ങൾ കാരണമാണ് അത് ഉണ്ടാവുന്നത്. അപ്പൊ ആ കോശങ്ങളെ കുറയ്ക്കുന്ന മോളിക്യൂള് സ്റ്റിറോയിഡ് എന്നുള്ള പേരിലുള്ള മോളിക്യൂളാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ബയോളജിക്കൽസ് എന്ന് പറയും. അത് വളരെ കൂടിയ അവസരത്തിലും അപൂർവമായ തരം ആസ്മകളിലും മാത്രമേ ഉപയോഗിക്കേണ്ടി വരാറുള്ളൂ. കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് അത് ഉപയോഗിക്കാറേ ഇല്ല. ഉപയോഗിക്കേണ്ടി വരുന്ന മോളിക്യൂൾ സ്റ്റിറോയിഡ് ആണ്. അത് ഈ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്, സ്റ്റിറോയിഡ് എന്ന് കേൾക്കുമ്പോൾ. പക്ഷെ ഇൻഹേലർ മരുന്നിൽ ഉപയോഗിക്കുന്നത് സ്റ്റിറോയിഡ് ആണെങ്കിലും അതിന്റെ ഡോസ് വളരെ കുറവാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു 10 കിലോ ഉള്ള ഒരു കുട്ടിയുടെ എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ആസ്മ ലക്ഷണം കൂടി വരുന്ന ഒരു കുട്ടിക്ക് നമ്മൾ 10 കിലോ ഉള്ള കുട്ടിക്ക് ചിലപ്പോൾ 5 മില്ലിഗ്രാമിന്റെ രാവിലെയും വൈകിട്ട് ഓരോ ഗുളിക കൊടുത്ത് 10 മില്ലിഗ്രാം ഒരു ദിവസം കൊടുക്കും. അതായത് ഒരു 10,000 മൈക്രോഗ്രാം, കൺവേർഷനിൽ പറഞ്ഞാൽ 10,000 മൈക്രോഗ്രാം ആണ് അതിനൊരു ദിവസം കിട്ടുന്ന ഡോസ്. പക്ഷെ അതേസമയം ഈ കുട്ടിക്ക് ഇൻഹേലർ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡോസ് 100 മൈക്രോഗ്രാം ഉള്ളതാണ് ദിവസേന കൊടുക്കുന്ന ഡോസ്. 100 മൈക്രോഗ്രാം എവിടെ, മറ്റേത് എവിടെ? അപ്പൊ അത് വളരെ ചെറിയ ഡോസ് ഉള്ളില് അല്പാൽപമായിട്ട് ചെല്ലുമ്പോൾ സൈഡ് എഫക്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ നന്നായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വലിച്ചാൽ ഈ 100 മൈക്രോഗ്രാമിന്റെ ഒരു 25% ഉള്ളിൽ പെടുക.
അതായത് 25 മൈക്രോഗ്രാമേ കുട്ടിയുടെ ഉള്ളിൽ പെടുന്നുള്ളൂ, ബാക്കിയുള്ളത് കുട്ടിയുടെ ശരീരത്തിൽ നിൽക്കുന്നില്ല. പക്ഷെ കഴിക്കുന്ന ഗുളികയോ അല്ലെങ്കിൽ വേറെ ഏത് രൂപത്തിലുള്ള മെഡിസിൻ, മോഡേൺ മെഡിസിൻ വേണമെന്നില്ല, വേറെ ഏത് സിസ്റ്റത്തിലെ മെഡിസിൻ ആയാലും ഈ പറഞ്ഞ സ്റ്റിറോയിഡ് അത് ഇലപിഴഞ്ഞെടുത്തതാണോ അതോ ഗുളികയായിട്ട് കൊടുക്കുന്നതാണോ എന്നുള്ളതേ ഉള്ളൂ വ്യത്യാസം. മോളിക്യൂൾ സ്റ്റിറോയിഡ് തന്നെയാണെങ്കിൽ ഈ പറഞ്ഞ കോശങ്ങളെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഉള്ളിൽ കഴിക്കുമ്പോൾ ബ്ലഡിൽ കയറുകയും എല്ലാ അവയവങ്ങളിലേക്കും പോകുന്നു, കൂട്ടത്തിൽ ശ്വാസനാളിയിലും എത്തും. അപ്പൊ നമുക്ക് വേണ്ട ഡോസ് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ മരുന്ന് കഴിച്ചാൽ മാത്രമേ നാച്ചുറലി അതിന്റെ ആ അളവ് ശ്വാസനാളിയിൽ കിട്ടുള്ളൂ. അത് കൂടിയ ഡോസ് അല്ല, എത്ര വേണമെന്ന് കരുതി കണക്കാക്കിയുള്ള ഡോസ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. പക്ഷെ രോഗലക്ഷണങ്ങൾ കൂടി വരുമ്പോൾ നമ്മൾ വായിക്കൂടിയോ ഇഞ്ചക്ഷനായോ ഈ പറഞ്ഞ കൂടിയ ഡോസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കാതെ ഇരിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്താ, സ്ഥിരമായിട്ട് ഇൻഹേലർ, കുറച്ച് സ്ഥിരമല്ല, കുറച്ച് ഏറെ നാളെ എടുക്കും. വളരെ ചെറിയ ഡോസ് ആയതുകൊണ്ട് തന്നെ ഈ കോശങ്ങളെ എല്ലാം കുറച്ചെടുക്കാൻ കുറച്ചേറെ നാളെടുക്കും. അപ്പൊ അത്രയും നാള് കൃത്യമായിട്ട് മുടങ്ങാതെ, ചെറിയ ഡോസ് അല്ലേ, ഓരോ ദിവസം ഓരോ പ്രാവശ്യം മുടങ്ങുന്നതും കഴിയുന്നത്ര ശ്രദ്ധിച്ച് മുടങ്ങാതെ കൊടുക്കാമെങ്കിൽ പതുക്കെ പതുക്കെ ആ രോഗലക്ഷണം ഉണ്ടാക്കുന്ന കോശങ്ങളെ മാറ്റി ആസ്മയെ കൺട്രോളിലാക്കാൻ പറ്റും. അപ്പൊ ആസ്മയെ കൺട്രോളിലാക്കി നോർമൽ ആക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതല്ലേ ബുദ്ധി. അപ്പൊ ഇൻഹേലർ ചികിത്സ കേരളത്തിലെ പ്രബുദ്ധ കേരളം കൈനീട്ടി സ്വീകരിക്കേണ്ട സമയമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ആസ്മ ഉണ്ടാകും. അന്തരീക്ഷ മലിനീകരണത്തിന് യുദ്ധത്തിലെ ബോംബ് മാത്രമല്ല, പൂരം അല്ലെങ്കിൽ പെരുന്നാള് അല്ലെങ്കിൽ ദീപാവലി, വിഷു, അങ്ങനെ എന്തിനും ഒരു പരീക്ഷ ജയിച്ചാൽ പോലും പടക്കം പൊട്ടിച്ച് അന്തരീക്ഷ മലിനീകരണത്തിൽ മുന്നിട്ട് തന്നെയാണ് കേരളം നിൽക്കുന്നത്. അപ്പൊ നാച്ചുറലി സേഫ് ആയിട്ടുള്ള ചികിത്സാ മാർഗങ്ങൾ ഏതാന്ന് മനസ്സിലാക്കി ഇൻഹേലർ ചികിത്സയുടെ അടുത്തുള്ള പേടി മാറ്റുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പൊ അന്തരീക്ഷ മലിനീകരണം കാരണം കൊണ്ടുള്ള കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫാമിലിയിൽ ആർക്കും അലർജി ഇല്ലെങ്കിലും കുട്ടിക്ക് അലർജി ഉണ്ടാവുന്നത് കൂടി വരുന്നത് കൊല്ലങ്ങളായിട്ട് ഞാൻ കാണുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോ പിന്നെ പുകവലി, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും കേരളത്തിൽ കൂടുതലുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നിർത്തിയെടുക്കാമെങ്കിൽ ഒരു പരിധിവരെ ഈ കേസുകൾ കുറയുന്നതും ഹെൽപ്പ് ചെയ്യും. ഇൻഹേലർ ചികിത്സയാണ് ഇതിന്റെ ഏറ്റവും നല്ല ചികിത്സ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്.